ഇതിപ്പോ 2025 അടുത്ത 5 വർഷം 2030 താങ്കളുടെ ഒരു നില എത്രത്തോളം ആയിരിക്കും താങ്കൾ വിചാരിക്കുന്നത്? താങ്കൾ എവിടെയായിരിക്കും? ഞാന് മിക്കവാറും ഓട്ടോ സ്റ്റാൻഡിൽ തന്നെ ഇരിക്കുന്ന തോന്നുന്നത്. അതൊന്നും പ്രതീക്ഷയില്ലാത്ത ലൈഫില്. അല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ ഒരു പോയാൽ മതി ഇപ്പൊ ഒരു ആഗ്രഹം. ഓട്ടോ ഓടിക്കുക, നമ്മൾ വണ്ടി ഓടിക്കുക, ആ ഒരു ഇതാണല്ലോ. സിനിമയിലേക്കുള്ള പ്രതീക്ഷ ഞാൻ പറഞ്ഞില്ല. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇവരുടെ കൂടെ ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് അതിന് ചാൻസ് തന്നില്ല. പിന്നെ അണ്ണൻ അവരോട് പറയാം ഇവരോട് പറയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അണ്ണൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നാ തോന്നുന്നത്. ആറാട്ടന്റെ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പുള്ളിക്ക് ഒരുപാട് സിനിമാക്കാരായിട്ട് വരുന്നുണ്ട്. നിന്റെ ആ സിനിമയിൽ ഞാൻ സംസാരിക്കാം, ഈ സിനിമയിൽ സംസാരിക്കാന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടൊന്നും കണ്ടില്ല. കൊച്ചിക്കാരന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മയും പെങ്ങള് കല്യാണം കഴിഞ്ഞ് പോയി. പെങ്ങളുണ്ട്. അല്ലാതെ വിവാഹം ആദ്യം ഇങ്ങനെ സിനിമ ഫീൽഡിലേക്ക് എത്തി അത്യാവശ്യം കാശൊക്കെ ആയിട്ട് വേണമല്ലോ. നമ്മളിപ്പോ ഒരു പെണ്ണ് കെട്ടണമെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം സാമ്പത്തികം വേണം. അല്ലാതെ ഒരു പെണ്ണിനെ നമ്മൾ ഇറക്കി കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ, ഒരു പെണ്ണിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് പ്രതീക്ഷയോടെ ഇരിക്കും ഒരു പെണ്ണ് കല്യാണം കഴിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ അവളുടെ പ്രതീക്ഷ നഷ്ടപ്പെടും ഇപ്പൊ എന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ രീതിയിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. അല്ലാതെയുള്ള സ്ത്രീകളും ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് ജോലിക്ക് പോയി കുടുംബം നോക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുള്ള കാലമാണ് ഇപ്പോ. പക്ഷെ എനിക്ക് അങ്ങനെ കല്യാണം കഴിച്ച് ഇല്ല. എനിക്ക് ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിച്ച് വീട്ടിലിരുത്തണമെന്നാണ് ആഗ്രഹം. വീട്ടിൽ എന്റെ കാര്യങ്ങളൊക്കെ നോക്കി. ഭയങ്കര മോശമല്ലേ ഇന്നത്തെ കാലത്ത്? മോശമില്ലെങ്കിൽ വേണ്ട, കെട്ടണില്ല. അതല്ല, സ്ത്രീകൾക്ക് അവരുടേതായ ഒരു ഫ്രീഡം ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ജോലിക്ക് പോകാനാണ് ആഗ്രഹിക്കുക, അവർ പോകുന്നത്. അതിന്റെ ആവശ്യമില്ല. ഞാൻ ഒരാൾ പണിക്ക് പോയാൽ പോലെ രണ്ടുപേരും തളർന്നുറിഞ്ഞ് വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പൊ ഞാൻ ഡ്രൈവറാ, വണ്ടിയൊക്കെ ഓടിച്ച് ആകെ പാലിച്ച് വിളിച്ചായിരിക്കും വീട്ടിൽ വന്നത്. അപ്പൊ ആ പെൺകുട്ടിയും ജോലിയും കഴിഞ്ഞ് തളർന്നൊടിഞ്ഞ് വരുമ്പോ ഒരു ചായ എടുക്കുന്നത് നമുക്ക് അവളോടും പറയാൻ പറ്റില്ല, അവൾക്ക് എന്നോടും പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ ഒരു ഇടിയാവും. അപ്പൊ അതിനെക്കാട്ടും നല്ലത് ഒരാൾ ജോലിക്ക് പോയാൽ പോരെ. ആ ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളെ. അതുകൊണ്ടാണ് വിവാഹം കഴിക്കാതെ ഇത്ര നാളും പോയത്. അതെ. വിവാഹം കഴിച്ചാലും ജോലിക്ക് വിടാൻ സാധ്യതയില്ല. ഒരു പെൺകുട്ടി ഇപ്പൊ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത വിവാഹം കഴിക്കാൻ ഇപ്പൊ ഒരു പെൺകുട്ടി വന്ന് പ്രപ്പോസ് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ജോലി ഉണ്ട് ആ പെൺകുട്ടിക്ക്, അപ്പൊ അത് കളയേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞു. അല്ല, അത് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് സംഭവം. നമ്മള് രണ്ടുപേരും ഇങ്ങനെ വരുമ്പോഴേ അങ്ങനെ ചെയ്യണ്ട. ഇപ്പൊ ചില ഭർത്താക്കന്മാര് ഭാര്യമാരെ പണിക്ക് വിട്ടിട്ട് ചില ഭർത്താക്കന്മാര് വീട്ടിലിരിക്കുന്നവരുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ നമുക്ക് പറ്റില്ല. അത് ഞങ്ങള് നേരെ തിരിച്ചാണ്. അതായത് ഞാൻ ഭാര്യ വീട്ടിലിരുന്നോട്ടെ, താങ്കള് പണിയെടുത്ത്. പിന്നെ എന്റെ അമ്മയുണ്ടല്ലോ, എന്റെ അമ്മയുടെ ഒക്കെ വർത്തമാനം പറഞ്ഞ നമുക്ക് ഇരിക്കല്ല. ഞാൻ രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ നോക്കുമ്പോ കൊള്ളാം. അതെ, ആ പെൺകുട്ടിനെ കഷ്ടപ്പെടുത്താതെ വീട്ടിലിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. താങ്കൾ കല്യാണം കഴിഞ്ഞാൽ ഭാര്യനെ പണിക്ക് വിടും? അല്ല, ഞാൻ അവരുടെ ഇഷ്ടം എന്താണോ അതായത് ചോദിച്ചത്. ഞാനതാ പറഞ്ഞ. അതായത് ഇപ്പൊ താങ്കൾ കല്യാണം കഴിക്കുന്ന ഒരാൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ട്, എന്നിട്ട് താങ്കൾ വിടാതിരിക്കുമ്പോ അതൊരു അടച്ചിടലാണ്. പക്ഷെ ആൾക്കും ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ല, വീട്ടിലിരിക്കാത്തൊരു പെൺകുട്ടീനെ ഞാൻ നോക്കണം. അതാ ഞാൻ പറഞ്ഞത്. കാര്യം ജോലിക്ക് പോകാൻ താല്പര്യം, നമ്മുടെ വീട്ടിലെ കാര്യമൊക്കെ നോക്കി നമ്മുടെ കാര്യമൊക്കെ നോക്കി നിക്കണം. അതാണ് എന്റെ ഒരു മൈൻഡ്. അല്ലാതെ രണ്ടുപേരോട് പണിക്ക് പോയാൽ ശരിയാവൂല. നല്ല ചോദ്യം. അടുത്ത ചോദ്യം.